എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട മാസങ്ങളിലൊന്നാണ് ഒക്ടോബർ മാസം. അതായത് അന്നാണല്ലോ കൊന്തമാസം എന്നറിയപ്പെടുന്നത്. എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ മാതാവിനെ അറിഞ്ഞു വളർന്നൊരു വ്യക്തിയാണ്. ഞാനൊരു മാർത്തോമാക്കാരിയാണ്. എങ്കിലും എൻ്റെ അമ്മ ഒരു ഓർത്തഡോക്സുകാരിയാണ്. ചെറുപ്പം മുതലേ ഞങ്ങളെ എട്ടുനോയമ്പൊക്കെ എടുപ്പിക്കുകയും അങ്ങനെ ഞങ്ങൾ എട്ടുനോയമ്പൊക്കെ എടുത്ത് ഞങ്ങൾ മണർകാട് പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വളർന്നു വന്ന ഒരു സാഹചര്യം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മൾ ചെറുപ്പത്തിൽ എന്തൊക്കെ മനസ്സിലാക്കുന്നത് മുന്നോട്ടും നമ്മൾ അതുപോലെ തന്നെ ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ നഴ്സിംഗ് ജീവിതത്തിലേക്ക് കടന്നു പോയപ്പോൾ ആ ഒരു സ്നേഹത്തിനൊട്ടും കുറവും കോട്ടവും ഒന്നും വരുത്താതെ തന്നെ അവിടെ ചെന്ന് കയറിയപ്പോഴും കുറച്ചേറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇതുപോലെ കൊന്ത പഠിപ്പിച്ച് ചെയ്ത് തരാനും ജപമാലയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കി തരാനും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇപ്പോൾ പറയുമ്പോൾ ഓർമ്മ വരുന്നതുണ്ടല്ലോ, മോളമ്മ എന്ന് പറയുന്നൊരു ഫ്രണ്ടിനെയാണ് കേട്ടോ, ഞങ്ങളുടെ നഴ്സിംഗ് കരിയറിലുണ്ടായിരുന്ന അവളാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അവിടുത്തെ ഒരു RC പള്ളികളിൽ തന്നെയാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഉണ്ടല്ലോ ഇതുപോലെ തന്നെ കൂട്ടുകാരുണ്ട് നമുക്കിങ്ങനെ ജപമാലയുടെ രഹസ്യങ്ങൾ പറഞ്ഞു തരാനും. അങ്ങനത്തെ ഒരു കൂട്ടുകാരിയാണ് ജസീന, സോണിയ, ഇവരൊക്കെ ഉണ്ടല്ലോ കൂട്ടുകാരാണ്. അവരൊക്കെ RCക്കാരാണ്. അപ്പോൾ ഈ ഒക്ടോബർ മാസം മാതാവ് അവളുടെ വീട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവളൊരു ചെറിയ പ്രാർത്ഥന പോലെ ഒരുക്കി അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ പലരുടെ കൈകളിലും കണ്ടിട്ടുണ്ട്, നേഴ്സുമാരുടെ കയ്യിൽ എപ്പോഴും ഒരു കൊന്തയുണ്ട്. അവർ ഏതൊരു കാസ്റ്റ് ആയിക്കോട്ടെ അവർക്കൊരു പ്രത്യേക സംരക്ഷണം. അമ്മ, അതായത് യേശുവിൻ്റെ അമ്മ മാതാവ് നമ്മുടെ അമ്മ എന്നുള്ളൊരു ഫീലിംഗ് വെച്ചിട്ട് എപ്പോഴും എന്ത് കാര്യങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് പറയാനൊരു ഏക ആശ്രയം